ചെയ്യുകയാണെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം വരെയും 2 വർഷത്തെ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ 3 വർഷം വരെയും വർക്ക് പെർമിറ്റ് ലഭിക്കും. ഈ വർക്ക് പെർമിറ്റ് കാലത്താണ് ഇവർ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറേണ്ടത്. അവിടെ നിന്ന് വർക്ക് വിസ സംഘടിപ്പിച്ച് പിന്നീട് അവരവിടെ ജോലി തുടർന്നാൽ മാത്രമേ കുടിയേറ്റം സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ തുടർന്ന വർക്ക് പെർമിറ്റ് കാലത്ത് തുടർന്ന വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ അവരുടെ പെർമിറ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. പക്ഷേ ഇതിൽ ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വലിയൊരു റീമൈഗ്രേഷൻ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കാനഡയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ കനേഡിയൻ സർക്കാരിന്റെ കണക്ക് പ്രകാരം 2025-ൽ 10,53,000 ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വർക്ക് പെർമിറ്റ് ആണ് കാലാവധി തീരുന്നത്. ഇതുകൂടാതെ 2026 ഈ വർഷം ആദ്യ 3 മാസത്തിൽ 9,27,000 വിദ്യാർത്ഥികളുടെ കൂടി വർക്ക് പെർമിറ്റിന്റെ കാലാവധി തീരുകയാണ്. അങ്ങനെ ഏതാണ്ട് 2 മില്യൺ 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വർക്ക് പെർമിറ്റ് തീരാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വലിയൊരു വിഭാഗം ഏതാണ്ട് 10 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷെ അതിൽ പകുതിയോളം മലയാളികളായിരിക്കാം. അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ വലിയ പ്രതിസന്ധിയിലാവുകയാണ്. ഇവരൊക്കെ തന്നെ ഒരുപക്ഷെ കാനഡ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരും. ഏതായാലും വർക്ക് പെർമിറ്റ് തീർന്നാൽ പിന്നീട് വിസ ഇല്ലെങ്കിൽ കാനഡയിൽ തുടരാനാകില്ല. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നീങ്ങുകയാണ്. താങ്ക് യു. അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അത് വളരെ വലിയ ആശങ്കയുമാണ്. 10 ലക്ഷം വിദ്യാർത്ഥികളാണ് പുറത്താവുക. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന്.